സിദ്ധാർത്ഥൻ്റെ അമ്മ ഷീബ നമുക്കിപ്പം ടെലിഫോണിലായിട്ട് ചേരുന്നു. അമ്മ, എന്തായാലും സന്തോഷമുള്ളൊരു കാര്യമാണല്ലോ അമ്മയ്ക്ക്. ഇന്നിപ്പോൾ ഗവർണറെ കണ്ടു, ഗവർണർ അപ്പോൾ തന്നെ നടപടിയെടുത്തു എന്ന് നമുക്ക് മനസ്സിലാകുന്നു. അമ്മയ്ക്ക് എന്താണ് ഈ അവസരത്തിൽ പറയാനുള്ളത്? സാറ്, നമ്മുടെ കേസിന്റെ തുടക്കം മുതൽ ഈ ബഹുമാനപ്പെട്ട ഗവർണർ ഞങ്ങളുടെ കൂടെ നിൽക്കുകയാണ്. അപ്പോൾ ഇത് ആ അറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ആദ്യം സാറിനെ വിളിച്ചിട്ട് ഞങ്ങൾക്ക് പരാതി ഇന്നൊരു 11 മണിയായപ്പോൾ ഞങ്ങൾ പരാതി കൊടുക്കുകയുണ്ടായി. ആം, ആ ഇപ്പൊ അദ്ദേഹത്തിന്റെ ജുഡീഷ്യൽ അന്വേഷണ റിപ്പോർട്ടിലും ആന്റി റാഗിംഗ് റിപ്പോർട്ടിലും പറഞ്ഞിരിക്കുന്നത് ഡീനും അസിസ്റ്റന്റ് വാർഡനും ഗുരുതര വീഴ്ച ഉണ്ടായിരുന്നു എന്നാണ്. കൂടാതെ ഈ കുട്ടികൾ ചെയ്ത കുറ്റത്തിന് കൂട്ടുനിന്നത് പോയിട്ട് ബാക്കി എല്ലാ തെളിവുകളും അവിടെ നശിപ്പിക്കാൻ വേണ്ടി കൂടെ നിന്നത് VC-യും ഡീനും അസിസ്റ്റന്റ് വാർഡനുമാണ്. ഗവർണർ ഇപ്പോ എന്താണ് അപ്പോൾ അമ്മയോടൊക്കെ പറഞ്ഞത്? അമ്മ തനിച്ചാണോ പോയത്? ഇല്ല, ഞങ്ങൾ മെയിൽ ചെയ്യാണ് ചെയ്തത്. മെയിൽ ചെയ്തു. പെട്ടെന്നായിരുന്നില്ലേ? അല്ല, അതെ, എന്താ അതെ. അദ്ദേഹം പറഞ്ഞത്? എന്തായിരുന്നു ടെലിഫോണിൽ വിളിച്ചപ്പോൾ? അദ്ദേഹം ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. ഇത് ഒരു കാരണവശാലും എടുക്കാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഈ മാനേജിംഗ് കൗൺസിൽ ചേർന്നിട്ട് തീരുമാനിച്ചതാണ്. അദ്ദേഹത്തിന്റെ കേസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ജുഡീഷ്യൽ അന്വേഷണം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോൾ CBIയുടെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇവര് ഇതിൽ കയറ്റിയാല്, സർവീസിലോട്ട് കയറ്റിയാല് സാക്ഷികളെ തന്നെ സ്വാധീനിക്കാനുള്ള ഒരു കഴിവുകളുണ്ട്. അതൊക്കെ ഞങ്ങൾ പറഞ്ഞ വിഷമങ്ങളാണ് അദ്ദേഹത്തിന്റെ അടുത്ത്. അദ്ദേഹം ഞങ്ങളുടെ കൂടെ അന്ന് മുതൽ ഇന്ന് വരെയും കൂടെ നിൽക്കുന്നുണ്ട്. ഇത് അറിഞ്ഞ സമയത്ത് ഞങ്ങൾക്ക് ശരിക്കും പെട്ടെന്നൊരു ഞെട്ടലായിരുന്നു. ഈ അടുത്തിനി കുട്ടികളെ ഇനി അകത്ത് കയറുമോ, കോളേജിലോട്ട് കയറുമോ എന്നൊക്കെയുള്ള ഒരു ആവലാതിയായിരുന്നു. ഇതിപ്പോ ഈ അതിനുശേഷം ഞങ്ങൾ ഈ നിവേദനം കൊടുത്തത്. ഇപ്പോൾ ഈ വാർത്ത അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ആ മാനേജിംഗ് കൗൺസിലുള്ള അംഗങ്ങൾ 16 അംഗങ്ങളില് VC-യും MLA സിദ്ദിഖും പിന്നെ ബാക്കി 2-3 പേരും അല്ലാതെ ബാക്കിയുള്ളവരായതിനു വേണ്ടി സംസാരിച്ചതെന്ന് പറയുന്നു. അതിൽ സച്ചിൻ ദേവ് MLA അതിനു വേണ്ടി ഇവരെ രണ്ടുപേരും തിരികെ എടുത്തേ മതിയാകൂ എന്ന് ആക്രോശിച്ചു പറഞ്ഞു എന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. അപ്പോൾ ഒരു മനുഷ്യ പരിഗണന പോലും ഇല്ലാതെ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണ് ഈ നിമിഷം വരെയും. കാരണം അമ്മ പറയുന്നത് ഈ പറയുന്ന കക്ഷികൾക്കൊന്നും ഈ സിദ്ധാർത്ഥന്റെ മരണത്തിൽ ഒരു വേദന ഇല്ല എന്നാണോ? വേദന ഉണ്ടെങ്കിൽ സാറ് കാര്യങ്ങൾ നടന്ന് CBIയുടെ ഒരു റിപ്പോർട്ട് പോലും വന്നിട്ടില്ല. അവരെ ഗുരുതര വീഴ്ചയെന്ന് ഒരു സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിലുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, ബാക്കി എല്ലാ കാര്യങ്ങളും എല്ലാ പേർക്കും അറിയാനുള്ള കാര്യങ്ങളായിരുന്നു. അതിനിടയിൽ ഇവരെ സർവീസിലോട്ട് കയറ്റിയാൽ നമുക്ക് സർക്കാരിനോട് എന്താണ് വിശ്വാസം? അല്ലെങ്കിൽ നമ്മൾ കാണുന്ന മറ്റുള്ള കുട്ടികൾക്കുള്ള അച്ഛനമ്മമാർക്ക് മറ്റുള്ള കുട്ടികളെ കോളേജിലോട്ട് വിടുമ്പോൾ എന്തൊരു ധൈര്യം നമ്മുടെ ആരെ കയ്യിലാണ്? ഈ ഡീന് അസിസ്റ്റന്റ് വാർഡന് വേറൊരു കോളേജിലോട്ട് കയറുന്നത് ഇതേ പോസ്റ്റിലാണ്. അവിടെയും ഉണ്ട് കുഞ്ഞുങ്ങള്. അവിടെയും രാഷ്ട്രീയം ഉണ്ടാക്കാൻ ഡീന് രാഷ്ട്രീയത്തിന് സപ്പോർട്ട് ചെയ്ത്, കോളേജിലെ രാഷ്ട്രീയം സപ്പോർട്ട് ചെയ്തത് ഡീനാണ്. അദ്ദേഹത്തിന്റെ വൈഫ് ഒരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകയാണ്. അപ്പൊ ഞങ്ങൾക്ക് രാഷ്ട്രീയപരമായി ഇതിലൊരു കളിയും കൂടെ നടന്നിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാണ്. അമ്മ അങ്ങനെ വിശ്വസിക്കുന്നു അല്ലേ? വിശ്വസിക്കുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഇന്നലെ ഞാൻ നടന്ന മാനേജിംഗ് കൗൺസിലിലെ കമ്മിറ്റിയിൽ ഈ സച്ചിൻ ദേവ് കാണിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങളെല്ലാം അത്രയ്ക്കും വിശ്വാസമാണ്. രാഷ്ട്രീയത്തിൽ കൂടെ പോകുന്ന കാര്യങ്ങളാണെന്നുള്ളത് വിശ്വാസമാണ് ഞങ്ങൾക്കിപ്പോ. ഓക്കെ അമ്മ എന്തായാലും അമ്മയുടെ ഈ പോരാട്ടം എനിക്ക് മനസ്സിലാക്കുന്നു. ഒരു മകൻ്റെ ദുരൂഹമായ മരണത്തിൽ വേദന ഉൾക്കൊണ്ട് ആ മരണം എങ്ങനെ ഉണ്ടായി എന്ന് നാട്ടുകാരെയും അധികാരികളെയൊക്കെ ബോധ്യപ്പെടുത്താൻ ഒരു അമ്മ പെടുന്ന പാടാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇങ്ങനെയൊക്കെ നടപടിയെടുക്കാൻ പാടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ അറിയാതെ ആലോചിച്ചു പോകുന്നത്. ഒരു പെറ്റമ്മയുടെ കണ്ണീരിൻ്റെ വില നമുക്ക് മനസ്സിലാക്കാതെ പോവുകയാണോ എന്ന് പോലും നമ്മൾ സംശയിച്ചു പോകുന്നു.